അങ്ങനെ വണ്ടിയുടെ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടി. അപ്പോൾ ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ ഫിറ്റ് ആയിക്കൊണ്ടിരിക്കില്ല. പക്ഷേ ഒരു പണി കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള സീറ്റ് ബെൽറ്റ് ഒന്ന് സ്റ്റക്കായി പോയി. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നായതുകൊണ്ട് അത് റിപ്പയർ ചെയ്യാണ്ടിരിക്കാൻ വേറെ വഴിയുമില്ല. അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ നമ്മളതൊന്ന് അഴിച്ചു നോക്കി കേട്ടോ, എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലുള്ള ഒരു ചെറിയ പല്ല് സ്റ്റക്കായി പോയത്, അതെന്താ റീസൺ എന്ന് മനസ്സിലായില്ല. അപ്പോൾ നമ്മളത് ശരിയാക്കിയിട്ടുണ്ട്. ഇനി ഏതായാലും ഇപ്പം ഓരോന്നോരോന്നായിട്ട് അഴിച്ചു വെച്ച് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ബാക്ക് സീറ്റ് ഒന്ന് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ സ്റ്റെപ്പിനി ടയർ നമ്മൾ ഓൾറെഡി സ്റ്റെപ്പിനി ജാക്കി ലിവർ കാര്യങ്ങളൊക്കെ ഡിക്കിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റ് ബെൽറ്റ് എല്ലാം കറക്റ്റായിട്ട് നമ്മളവിടെ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കാര്യമായിട്ടുള്ള പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫ്ലോർ ലാമിനേഷനാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ബാക്ക് സീറ്റ് ഒന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലോർ ലാമിനേഷനാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫ്ലോർ ലാമിനേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിനുള്ള മെറ്റീരിയൽസ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മളത് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ ഫ്ലോർ കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അത്യാവശ്യം വർഷത്തിൽ നിന്ന് പൊടിയും മണ്ണും കാര്യങ്ങളൊക്കെ ഉള്ളിൽ എത്തിയതുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുത്തതിന് ശേഷമാണ് ഗം വെച്ചിട്ട് ഓരോന്നായിട്ട് ഒട്ടിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തൽക്കാലം നമുക്ക് ഇന്ന് ഈ ക്ലീനിങ് വീഡിയോയിൽ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഫുൾ ക്ലീനിങ് കഴിഞ്ഞിട്ടുള്ള ആ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം.